CPM ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയം സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറല്ല. ഏറ്റവും അവസാനം പറയുന്നത് വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അസാധാരണമായിട്ടുള്ള വ്യാഖ്യാന പാടവം കൊണ്ട് ഏത് പരാജയത്തെയും വിജയമായി ചിത്രീകരിക്കാൻ അസാമാന്യ കഴിവുള്ളവരാണ് CPM. അതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമായിരുന്നു EMS നമ്പൂതിരിപ്പാട്. തോറ്റു തുന്നം പാടുമ്പോഴും അദ്ദേഹം ഈ ശതമാന കണക്കുകൾ വെച്ചുകൊണ്ട് സാങ്കേതികമായിട്ട് അവർ ജയിച്ചെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടും താത്വികമായിട്ടും ഞങ്ങളാണ് ജയിച്ചിരുന്നതെന്ന് അദ്ദേഹം സമർത്ഥിക്കാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ടുള്ളൊരു പല്ലവിയാണ്. അച്യുതമേനോൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ ജയിച്ചപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിരുന്നു. ശതമാന കണക്കുകൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പോലെ കള്ളത്തരം വേറെ ഒന്നുമില്ല. അത്തരം ജനങ്ങൾ പിന്തള്ളിക്കഴിയുമ്പോൾ തങ്ങൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറയുന്നതാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആർക്കാണോ ഭരിക്കാനുള്ള അവസരം കിട്ടുക അവരാണ് ജയിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. ആ ജയമൊന്നും ഇദ്ദേഹം അംഗീകരിക്കുകയില്ല. ഇവരുടെ കൂട്ടുപിടിച്ച് അവരുടെ കൂട്ടുപിടിച്ച് എന്നൊക്കെ പറയുന്നു. ശരി, കോൺഗ്രസ് കൂട്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, CPM കൂട്ടുപിടിച്ചിട്ടില്ലേ? ഈ PDP എന്ന് പറയുന്നത് വർഗീയ കക്ഷിയല്ലേ? ജമാഅത്തെ ഇസ്ലാമി മാത്രമേ ഉള്ളൂ വർഗീയ കക്ഷി എന്ന് പറയുന്നത്. ഈ മൗദൂദിസം എന്ന് പറയുന്നത് പിന്തുടരുന്ന കക്ഷിയായിരുന്നു PF. ആ PFൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഈ SDPIയിലാണ് PF നിരോധിക്കപ്പെട്ടപ്പോൾ PFൻ്റെ കേഡറുകൾ ചെന്ന് ചേർന്നത്. കുറേ പേര് CPMലും ചേർന്നിട്ടുണ്ട്. അപ്പോൾ CPMൽ വർഗീയതയില്ലേ? SDPIയുടെ തൊഴുത്തായിട്ട് CPM മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവരങ്ങനെ. നമ്മളിപ്പോൾ അറിയുന്നത് പത്തനംതിട്ടയിലെ കോൺഗ്രസ് കാപ്പാ പ്രതികളെയൊക്കെ അംഗങ്ങളാക്കി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ PF അംഗങ്ങളാക്കിയിട്ട് PF CPMൽ അംഗങ്ങളായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതിനേക്കാൾ വലിയ ദേശവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അത് നടക്കുന്നുണ്ട്. കണ്ണൂരിലൊക്കെ പ്രത്യേകിച്ചും അത് നടക്കുന്നുണ്ട്. കാരണം CPM എന്ന് പറയുന്നത് രക്ഷകനാണ്. കുറച്ച് മുൻപ് അന്നൊരു ഇലക്ഷൻ തോറ്റപ്പോൾ പറഞ്ഞത് CPM അല്ല തോറ്റത്, കേരളമാണ് തോറ്റത് എന്നാണ് പറയുന്നത്. ഞങ്ങൾ തോറ്റാൽ കേരളം തോറ്റു, തങ്ങളാണ് കേരളം എന്നൊരു വല മിഥ്യാധാരണ ട്രംപിനുള്ളതുപോലെ. ട്രംപിനൊരു തോന്നലുണ്ട് ലോകത്തിൻ്റെ രക്ഷകൻ താൻ മാത്രമാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ സമാധാനമെല്ലാം അദ്ദേഹം തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അടുത്തിടെ കാണുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് CPM എന്നും. തങ്ങൾ തോറ്റാൽ ജനങ്ങൾ തോറ്റു എന്നുള്ളതാണ്. അപ്പം രാഹുൽ ഗാന്ധിക്കും ഏകദേശം ആ തരത്തിലൊരു ചിന്താഗതിയുണ്ട്. തങ്ങൾ ജയിച്ചാൽ അവിടെ എല്ലാ EVM മെഷീനുകളും ഓക്കെ, തങ്ങൾ തോറ്റാൽ അവിടെ EVM തെറ്റ് എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. തീർച്ചയായിട്ടും ഗുജറാത്തിൽ ഇപ്പോൾ AAPയോട് BJPയുടെ ആൾ 17,000 വോട്ടുകൾക്ക് തോറ്റിട്ടുണ്ട്. എല്ലാ കക്ഷികളും ചേർന്ന് പിന്തുണച്ചതുകൊണ്ടായിരിക്കണം. അവിടെ യാതൊരു പരാതിയും രാഹുൽ ഗാന്ധിക്കില്ല. അതുവരെ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ തിരഞ്ഞെടുപ്പ് നടന്നാൽ അതുടനെ അത് EVMൻ്റെ അട്ടിമറിയാണെന്ന് സ്ഥാപിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ CPMും അതുപോലൊരു വലിയൊരു കോമഡിയാണ് ഈ പറയുന്നത്, ഫലിതമാണ് ഈ പറയുന്നതിനപ്പുറം ഒരു പ്രാധാന്യം. അവർ തോറ്റിരിക്കുന്നു. അതാണ് നമ്മുടെ ഭരണഘടനയെ മാനിക്കുന്നവരെ തോൽവി സ്വീകരിക്കുന്നു. തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റിൽ ഞങ്ങളിപ്പോൾ തോറ്റിരിക്കുന്നു. അത് സമ്മതിക്കാൻ വലിയ വിഷമമാണ് CPMന്. അതുകൊണ്ട് മറികടക്കാം എന്നുള്ളതാണ് അവരുടെ വിചാരം. അത് വലിയ കാര്യമൊന്നുമില്ല. CPM തോറ്റിരിക്കുന്നു, തോറ്റു തുന്നം പാടിയിരിക്കുന്നു. PV അൻവർ എന്ന വഞ്ചകനെ നേരിടാൻ വേണ്ടിയിട്ട് അവരവിടെ ഇറക്കാത്ത ആകാശ് മിസൈലുകളില്ല, ബ്രഹ്മാസ്ത്രങ്ങളില്ല, പാശുപതാസ്ത്രങ്ങളില്ല, വരുണാസ്ത്രങ്ങളില്ല. ആവനാഴിയിലെ അമ്പുകളെല്ലാം എടുത്തുപയോഗിച്ച് കഴിഞ്ഞിട്ടും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അത് നിലമ്പൂരിൽ കണ്ടത് കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ്. തീർച്ചയായിട്ടും 10% വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അൻവർ ഫാക്ടർ കൂടി ഉണ്ട്. അതിൽ 5% ഭരണവിരുദ്ധ വികാരമാണ്. അവർ ഈ പറയുന്ന നമ്പർ 1 കേരളമാണ്, പിണറായി വിജയൻ സൂര്യനാണ്, കാരണഭൂതനാണെന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ലെജൻഡറി ലീഡറാണെന്ന് കമലഹാസനെ കൊണ്ടുവരെ ഇരുത്തി പറയിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പകരം ഇത്രയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടും 5% വോട്ടുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശോഭനമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്കുള്ള കൈചൂണ്ടലല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു പഠനം. അത് തന്നെയാണ് CPM സ്വരാജ് എത്ര വ്യാഖ്യാനം സ്വരാജ് തന്നെയാണ് പറഞ്ഞത് ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും അത് തിരുത്തി പറയുക എന്ന് പറയുമ്പോൾ അവരുടെ ഈ ആർജവമില്ലായ്മയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ല, പരാജയത്തിന് ശേഷം പല രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ രംഗത്ത് വരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണല്ലോ, ഈ വർഗീയതയാണ്. വർഗീയതയുടെ വിജയമാണ് എന്ന് പറയും. വർഗീയവാദികൾ ഇനി ഷൗക്കത്തിന് വോട്ട് ചെയ്തവർ മുഴുവൻ വർഗീയവാദികളാണോ?
ഷൗക്കത്ത് നോട്ട് ചെയ്ത എല്ലാവരും വർഗീയവാദികളായിരിക്കത്തില്ല. പക്ഷേ ആ മണ്ണിനോട് സ്നേഹമുള്ളവർ, നിലമ്പൂരിൻ്റെ മണ്ണിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ആളാണെന്നുള്ളൊരു വികാരം. പിന്നെ യൂസഫ് ഭട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. അവൻ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ, ഒരാൾ ഒരു ഫാക്ടർ മാത്രം വെച്ചായിരിക്കത്തില്ലല്ലോ ഇങ്ങനെ ഉള്ള ഒരു തിരഞ്ഞെടുപ്പിൽ. അല്ലെങ്കിൽ ഇപ്പോൾ തീവ്രമായിട്ട് ഇപ്പോൾ അടിയന്തരാവസ്ഥ പോലുള്ളൊരു സന്ദർഭത്തിൽ അതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുപോലൊരു അടിയൊഴുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരുപാട് ഫാക്ടർ, അതിലേറ്റവും പ്രധാനവുമായിട്ടുള്ളത് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം. അതിനെ ഇൻകുംബൻസി ഫാക്ടർ കൊണ്ട് നേരിടാൻ ശ്രമിച്ചിട്ടും ഭരണം പരാജയപ്പെട്ടു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും മർമ്മത്തുള്ള പരാജയം. അതവർ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൗശലങ്ങൾ ഉണ്ടാവാം. പലരും പറയുന്നത് പോലെ സ്വരാജ് എന്ന് പറയുന്ന വൻമരത്തെ പോലും വെട്ടിവീഴ്ത്തിക്കൊണ്ട് റിയാസിന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ ദേശീയ പാതയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അവർ വ്യാഖ്യാനിക്കുന്ന പോലാണെങ്കിൽ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. പി രാജീവില്ല, എം പി രാജേഷില്ല, ശൈലജ ടീച്ചറില്ല, പി കെ ശ്രീമതി ഇല്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം സ്വരാജും ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇപ്പോൾ ലൈൻ ക്ലിയർ ആയിരിക്കുന്നു എന്ന രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. ആ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് സീറ്റ് കിട്ടുമോ എന്നത് സംശയമാണല്ലേ. കിട്ടില്ല. 2 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി വിലയിരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുറത്തു നിൽക്കേണ്ടി വരും. കാരണം 10% വോട്ടിൻ്റെ നഷ്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഇറക്കിയത് എന്തിനാ? അദ്ദേഹത്തിനെ ഇറക്കിയത് PV അൻവറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ. അത് നടന്നില്ലെന്ന് മാത്രമല്ല, PV അൻവർ 20,000-ഓളം വോട്ടുകൾ നേടുകയും ചെയ്തിരിക്കുന്നു. 20,000-ഓളം. അപ്പോൾ PV അൻവറാണ് ഞങ്ങളുടെ വോട്ട് ചോർത്തിയത് എന്നുള്ളത് അവർ സമ്മതിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ PV അൻവറിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പരിഹാരം. പക്ഷേ അതിനല്ല ശ്രമിക്കുന്ന, പക വെച്ചുകൊണ്ട് നേരിടാനാണ് ശ്രമിക്കുന്നത്. നിലമ്പൂരിൻ്റെ മണ്ണിൽ അത് ഏശിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അൻവറിനെ കൊണ്ടുവരാൻ സാധിക്കും? അത്രത്തോളം പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും അതില്ല. അൻവറിനാകുമ്പോൾ അത് പറ്റില്ല. വളരെ മെയ്വഴക്കമുള്ള ആളാണ്. എങ്ങനെ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഇപ്പോൾ VD സതീശനായിരുന്നല്ലോ മുഖ്യ ശത്രു. അങ്ങനെയാണല്ലോ പറഞ്ഞത്. VD സതീശനെ ഇപ്പോൾ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഇന്നലെ. 24 മണിക്കൂറിനിടയിൽ ഒരു 30 തവണ അഭിപ്രായം മാറ്റുന്ന ആൾ PV അൻവർ. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമില്ല. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരും ഭരണത്തിന്. അതുകൊണ്ടാണ് P ശശി ഇദ്ദേഹത്തെ അടുപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത്. വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപാട് അഴിമതികൾ നടത്തേണ്ടി വരും. കാരണം സ്വർണ്ണക്കടത്തിനുമൊക്കെ കൂട്ടു നിൽക്കേണ്ടി വരും ഗവൺമെൻറ്റിന്. അത് ചിലപ്പോൾ അതെങ്ങാനും ഒരു ബോംബായി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പങ്ങളും ഉണ്ടാക്കും. ആ സ്ഥിതിയും കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ സ്റ്റെല്ല ആൻഡ് കാരിബ്ഡിസ് എന്ന് പറയുന്ന പോലെ കടലിനും ചെകുത്താനും ഇടയിലുള്ള ഒരു നടത്തമാണിപ്പോൾ ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വരാജ് വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ വലിയ ഉള്ള നേതാവാണ്. എന്നിട്ട് പോലും ഈ 10,000 വോട്ടിലധികമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ചിലർ ഈ CPM തന്നെ വിലയിരുത്തിയത് ഈ LDF UDFന്റെ വിജയം ഒരു 2,000-3,000 വോട്ടിനായിരിക്കും. അങ്ങനെ ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും 10,000-ലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു തരംഗമായിട്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. വലിയൊരു തരംഗമായിട്ടാണ് അവിടേക്ക് വന്നത്. അതുപോലെ തന്നെ അവരുടെ കുട്ടിക്കലാശത്തിൽ ഏറ്റവും അധികം വലിയ ആൾക്കൂട്ടം കണ്ടത് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ കുട്ടിക്കലാശത്തിലായിരുന്നു. ഇതെല്ലാം വ്യക്തമാക്കിയ പുറമേ കാണുന്ന നമ്മുടെ ഈ ഷോമാൻഷിപ്പിലല്ല കാര്യം. നിശബ്ദ ഭൂരിപക്ഷമാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. അത് പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുള്ള. പുറമേയുള്ള കുട്ടിക്കലാശത്തിലൊന്നും വലിയ കാര്യമില്ല. ഒരു കുട്ടിക്കലാശവും കാണിക്കാതെ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചുകൊണ്ടിരുന്ന PV അൻവർ 20,000-ഓളം അടുത്ത് വോട്ട് നേടിയിട്ടുമുണ്ട്. ആ കാര്യങ്ങളാണ്. ഇന്ന് മാത്രമല്ല, സ്വരാജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിലും പരാജയപ്പെട്ടു. നിലമ്പൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ദേശത്തും അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പിന്നെ പല സംഗതികളും അവിടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള വസ്തുതകളിലേക്കും CPM വിരുദ്ധമായിട്ടുള്ള വസ്തുതകളിലേക്കും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കായിട്ട് കാണാൻ പറ്റും. അതത്ര ശുഭോദർക്കമല്ല ഒരു 3-ാം ഊഴത്തിന് LDFന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.